അറസ്റ്റിലായി. ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം വിട്ടയക്കുകയാണ്. നേരത്തെ മുൻകൂർ ജാമ്യം ഇടവേള ബാബുവിന് കിട്ടിയിരുന്നു. അതിനാൽ സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ മുകേഷിന് പിന്നാലെ പീഡന കേസിൽ മറ്റൊരു നടൻ കൂടി അറസ്റ്റിലാവുകയാണ്. ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ആലുവയിലെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടവേള ബാബുവിനെ ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. ഹേമ കമ്മിറ്റിയിൽ കിട്ടിയ പരാതികൾ അമ്മയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും ഇടവേള ബാബുവിനോട് അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടവേള ബാബുവും അറസ്റ്റിലായി. പീഡന പരാതിയിൽ അറസ്റ്റിലാവുന്ന രണ്ടാമത്തെ നടനായി ഇടവേള ബാബു. നേരത്തെ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ കുഴങ്ങുകയാണ് പോലീസ്. ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ ഇടവേള ബാബുവിന്റേത് സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു. സെഷൻസ് കോടതി നേരത്തെ ഇടവേള ബാബുവിന് മുകേഷിനൊപ്പം തന്നെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, സാങ്കേതികമായ ഒരു കാര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതുപോലെ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടവേള ബാബുവിനെ വിട്ടയച്ചോ പോലീസ്? ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും മറ്റ് നടപടികളുണ്ട്. മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാനായി അല്പസമയത്തിന് ശേഷം ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ മുകേഷിനെ അറസ്റ്റ് നടത്തിയ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ നടപടിക്രമങ്ങൾ പോലെ തന്നെയാണ് ഇടവേള ബാബുവിന്റെയും അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ നടന്നിരിക്കുന്നത്. കാരണം രണ്ടുപേർക്കും മുൻകൂർ ജാമ്യമുണ്ട്. ഇത് 354 വകുപ്പ് ആണ്. IPC 354 വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അത് ഒരു സ്ത്രീയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മേൽ അതിക്രമിക്കുകയോ ലൈംഗിക അതിക്രമം നടത്തുകയോ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നതാണ് 354-ൽ വരുന്നത്. എന്തായാലും 354 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ ഭാരവാഹി, മുൻ ഭാരവാഹി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മുൻ ഭാരവാഹികളായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നീക്കം, അവരുടെയൊക്കെ മൊഴിയെടുക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. രാവിലെ 10 മണിയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏകദേശം കഴിഞ്ഞ ദിവസം പോലെ തന്നെ 3 മണിക്കൂർ പിന്നിടുന്നു. അപ്പോ ഈ ഒരു സാഹചര്യത്തെ ഹൈക്കോടതി കർശനമായി കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം ഇടപെടലും കർശന നടപടി സ്വീകരിക്കാൻ SITയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇരയ്ക്കെതിരെയുള്ള പ്രതികരണത്തിന് അങ്ങേയറ്റം വിമർശനാത്മകമായാണ് കോടതി ഇടപെട്ടത്. കാരണം സ്ത്രീയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പാടില്ല. അവരുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും ഏത് തരത്തിലുള്ള ജീവിത രീതിയോ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായിട്ടുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളാണെങ്കിൽ പോലും ലൈംഗികാതിക്രമം തന്നെയാണ്. ലൈംഗികാതിക്രമം നേരിട്ട ഒരു സ്ത്രീക്കെതിരെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള ബാബു അറസ്റ്റിലായി. നേരത്തെ ഇടവേള ബാബുവിനെതിരെയും പരാതി ഉയർന്നിരുന്നു. പീഡന പരാതി ഉണ്ടായിരുന്നു. ഇതിൽ മുൻകൂർ ജാമ്യം ഇടവേള ബാബു നേടിയിരുന്നു. ഇപ്പോൾ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ജാമ്യത്തിൽ വിടും. മുൻകൂർ ജാമ്യം കിട്ടിയതിനാൽ ഇടവേള ബാബുവും തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പീഡന പരാതിയിൽ നിന്ന് ഇന്നലെ മുകേഷിന്റെ കാര്യത്തിലെ പോലെ തന്നെയുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇടവേള ബാബുവിന്റെ കാര്യത്തിലും പിന്തുടർന്നത്. പക്ഷേ ഇതുവരെ ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ആരുടെ തണലിലാണ് സിദ്ദിഖ് ഇപ്പോഴുള്ളത്? സിദ്ദിഖിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കേരളം വിട്ടു പോയിട്ടില്ല എന്നും എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നുമുള്ള വിവരം പോലും വരുന്നുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യം ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നാണ്. അതേസമയത്ത് തന്നെ സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുവാനുള്ള അവസരം നൽകുകയാണോ പോലീസ് എന്ന കാര്യത്തിൽ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രിയും പകലും കഴിഞ്ഞു എന്നിട്ട് പോലും ഇതുവരെ മുൻകൂർ ജാമ്യം കിട്ടാത്ത സിദ്ദിഖിനെ കണ്ടെത്തുവാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരള പോലീസിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. മുൻകൂർ ജാമ്യം തള്ളിയ ഉടൻ തന്നെ സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന വിശദീകരണമാണ് ഇപ്പോഴും പോലീസ് നൽകുന്നത്. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ഓണായി. കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, കേരള പോലീസിന്റെ മുഖത്തേറ്റ അടി പോലെയാണല്ലോ ഇപ്പോൾ. സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചതാണോ അതോ ഒളിപ്പിച്ചതാണോ എന്നുള്ള വിമർശനം പോലും ഉണ്ട്.
എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, സിദ്ദിഖിനെ ഇപ്പോഴും പോലീസ് തിരയുന്നു എന്നത് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെയാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിൽ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് രാവിലെയും സ്വിച്ച് ഓൺ ചെയ്തതായുള്ള ഒരു വിവരം വന്നിരുന്നു. പക്ഷെ പിന്നീടും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി എന്നതാണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഒരു സാങ്കേതികമായ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഇത് സംബന്ധിച്ച്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളും അന്വേഷണ സംഘം പുറത്ത് പറഞ്ഞിട്ടുമില്ല. അന്വേഷണം തുടരുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുമുള്ളത്. നമ്മളുള്ളത് ഇവിടെ കാക്കനാട് പടമുകളിലുള്ള സിദ്ദിഖിന്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം അതായത് ആ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇവിടെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതോടൊപ്പം കരുമാലൂരുള്ള സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു. ആ വീടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ പുറത്തേക്ക് പോയിരുന്നു. അത് തൊട്ട് സമീപത്തുള്ള ആൾക്കാരോട് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുവെന്ന് തങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പോയതെന്ന് പറയുന്നു. പിന്നീടാണ് പോലീസ് സംഘം അവിടെ ഒരു പരിശോധന എന്ന രീതിയിൽ തന്നെ അവിടേക്ക് വന്നത്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടി എത്തി. പക്ഷേ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടേക്ക് ആരും തന്നെയും എത്തിയിട്ടില്ല. എന്തായാലും ഇതേപോലുള്ള ഒരു പരിശോധനകളാണോ പോലീസ് നടത്തുന്നത് എന്നത് വലിയ രീതിയിലേക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. കാരണം ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ സിദ്ദിഖിനെ കണ്ടെത്തുക എത്രത്തോളം സാധ്യമാണ് എന്നത് സംശയം തന്നെയാണ്. അതോടൊപ്പം സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി പറയുന്നുണ്ട്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന് പുറത്തും അത്തരം അന്വേഷണങ്ങൾ നടക്കുന്നതായാണ് ഏറ്റവും പുതുതായി ലഭ്യമാവുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത്തരമൊരു നീക്കം അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇന്നലെ സിദ്ദിഖ് കീഴടങ്ങിയേക്കാം എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലുമില്ല. സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് സിദ്ദിഖിന്റെ അഭിഭാഷക, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കുടുംബം. ഏത് സമയത്ത് വേണമെങ്കിലും സുപ്രീം കോടതിയെ സിദ്ദിഖ് സമീപിക്കും മുൻകൂർ ജാമ്യത്തിനായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതേ സമയത്ത് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് നൽകിയാൽ തടസ്സ ഹർജിയുമായി പോകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ മുൻകൂർ ജാമ്യം നൽകാവൂ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാവൂ എന്നുള്ള കാര്യം പരാതിക്കാരിയായ നടിയും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. നടി തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇനി നിയമത്തിന്റെ വഴിയെ പോകുവാനുള്ള ശ്രമം സിദ്ദിഖ് നടത്തുമ്പോൾ സിദ്ദിഖിന് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണോ കേരള പോലീസ് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അല്ലാതെ രാജ്യം വിട്ട് പോയിട്ടില്ല സിദ്ദിഖ് എന്ന കാര്യം കേരള പോലീസിന് ഉറപ്പുണ്ട്. പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന് മാത്രം കണ്ടെത്തുവാൻ പോലീസിന് കഴിയുന്നില്ല. ഇപ്പോൾ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളത്. രജിസ്ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതിൽ ഇത് സർട്ടിഫൈ ചെയ്ത വിധിപ്പകർപ്പ് കിട്ടേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഹർജി നൽകിയിട്ടുണ്ടോ? ഡൽഹിയിൽ അഭിഭാഷകർ ഇതിനായി എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മഞ്ജുഷ, സിദ്ദിഖ് കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ഈ നിയമ നീക്കത്തിനാണ്. അതിനുശേഷമാണ് കീഴടങ്ങലാണോ അതല്ലെങ്കിൽ അറസ്റ്റോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അന്വേഷണ സംഘവും സിദ്ദിഖും തമ്മിൽ ഒത്തുകളിക്കുന്നു. മഞ്ജുഷ സൂചിപ്പിച്ച പോലെയുള്ള ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ ആ തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിലെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നേരിട്ട് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ നിയമവിദഗ്ധരുമായി അഭിഭാഷക സംഘവുമായുള്ള കൂടിക്കാഴ്ചകൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബി രാമൻപിള്ള അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയും നിയമനീക്കങ്ങളും ഇന്നലെ നടന്നു. ഇന്ന് ഈ മുകുൾ റോത്തഗി അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരുമായുള്ള ചർച്ച നടന്നു എന്ന ചില സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. പക്ഷേ ഇതുവരെയും സുപ്രീം കോടതിയിൽ കേസ് ഈ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും ഇന്ന് തന്നെ ഇത് അർജന്റായി പരിഗണിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഈ സുപ്രീം കോടതിയിലെ സാധ്യതകൾ തേടുകയാണ് സിദ്ദിഖ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം, പ്രോസിക്യൂഷനും പരാതിക്കാരിയും ഇതിൽ തടസ്സവാദം ഉയർത്തുന്നു എന്നതാണ്. പ്രോസിക്യൂഷൻ എന്തായാലും ഈ ജാമ്യം നൽകരുത് എന്ന വാദം ഉന്നയിക്കും. ഇതിൽ സിദ്ദിഖിന് മുന്നിൽ വെല്ലുവിളിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളാണ്. അതിൽ ഈ സിദ്ദിഖിന്റെ വാദങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പ്രാഥമികമായി സിദ്ദിഖ് ഈ കുറ്റം ചെയ്തു എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ തന്നെ കോടതി നടത്തുകയും ചെയ്തു. ഒപ്പം ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സിദ്ദിഖ് മുന്നോട്ട് വെച്ച വാദങ്ങൾ പോലും കോടതി തള്ളിയിട്ടുണ്ട്. കാരണം
പരാതിക്കാരി തുടർച്ചയായ പരാതി നൽകിയിട്ടുണ്ട്, നിരവധി പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്ന തരത്തിൽ തന്നെ കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പ്രോസിക്യൂഷൻ, സംസ്ഥാന സർക്കാരൊക്കെ ചൂണ്ടിക്കാണിച്ചേക്കാം, ഒപ്പം പരാതിക്കാരിയും ചൂണ്ടിക്കാണിച്ചേക്കാം. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം സിദ്ദിഖിന് പ്രതീക്ഷിക്കാനാകുമോ എന്നതിൽ സംശയമുണ്ട്. അജിത്ത്, അവിടെ ഒരു ഈ സമയത്തിന്റെ കാര്യം പ്രധാനമാണല്ലോ. വേണമെങ്കിൽ ഇപ്പോൾ സിദ്ദിഖിനെ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാം, പക്ഷേ സുപ്രീം കോടതി എന്നുള്ള ഓപ്ഷൻ സിദ്ദിഖിന് സ്വീകരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേള സിദ്ദിഖ് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ ആ ഹർജിയിൽ ഒരു തീരുമാനം വരട്ടെ എന്ന് കരുതി അറസ്റ്റ് ചെയ്യാതിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. അപ്പോൾ ഇന്ന് ഹർജി കൊടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എന്നത്തേക്ക് അത് പരിഗണിക്കുമെന്ന് വ്യക്തതയില്ലെങ്കിൽ പോലും അറസ്റ്റിലേക്ക് കടക്കാതിരിക്കുവാനുള്ള ശ്രമം നടത്തില്ലേ? എങ്ങനെയായിരിക്കും അതിന്റെ കേരള പോലീസിന്റെ ഒരു നീക്കം? മഞ്ജുഷ്, ഇതിൽ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള നീക്കത്തിൽ അത്തരം ചില സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ. കാരണം എന്തുകൊണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഇന്നലെ ഈ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം തിരുവനന്തപുരം റേഞ്ചിൽ IG-യുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഇനി അങ്ങോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് ഒരു വ്യക്തത അവരുടെ കൂടിയാലോചനയിൽ നടന്നിരുന്നു. അവിടെയാണ് അറസ്റ്റ് ചെയ്യാൻ നീക്കം അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന സാധ്യതകളും ചർച്ചകളും അപ്പോഴും ഉണ്ടായത്. പക്ഷേ പിന്നെ ഇക്കാര്യത്തിൽ സിദ്ദിഖിനെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിന്നെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമുണ്ട്. സിദ്ദിഖ് കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ഒടുവിൽ ആലപ്പുഴയെത്തി, അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് ചില കോടതികളിൽ പോലും കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഇത് കഴിയുന്നില്ല എന്ന ചോദ്യം തീർച്ചയായും ഉയർന്നു വരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഈ അന്വേഷണ സംഘാംഗങ്ങൾ അദ്ദേഹത്തിന്റെ പടമുകളിലുള്ള വീട്ടിലെത്തിയിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം സിദ്ദിഖിനെ തേടുന്നുണ്ടെങ്കിൽ കൂടിയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമനീക്കത്തിന് അന്വേഷണ സംഘം കാത്തിരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ അഭിഭാഷകരുമായി എന്നതിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തതയില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്, സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അത് അനന്തമായി പരിഹരിക്കുന്നത് വരെ കാത്തിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അത് അങ്ങേയറ്റം വിമർശന വിധേയമാവും. മാത്രമല്ല ഈ കേസും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘവും സംസ്ഥാന സർക്കാരും വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റിലേക്ക് തന്നെ പോവേണ്ടി വരും എന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ സമ്മർദ്ദങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തീർച്ചയായും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമോ, അങ്ങനെയെങ്കിൽ അടിയന്തരമായി പരിഗണിക്കുമോ എന്നതാണ് സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതലായി. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏത് സമയത്ത് വേണമെങ്കിലും സിദ്ദിഖിനായി മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. മുകുൾ റോഹ്തഗിയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരായിരിക്കാം സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇതിനുവേണ്ടി അഭിഭാഷകരുമായുള്ള കൂടിയാലോചനകൾ തുടരുന്നുമുണ്ട്. കേരള പോലീസ് പറയുന്നത് സിദ്ദിഖിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷേ സിദ്ദിഖിനെ കിട്ടുന്നില്ല എന്നാണ് കേരള പോലീസിന്റെ വാദം. ഇപ്പോൾ ഡാനി പോൾ തുടരുന്നുണ്ട് സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന്. ഡാനി, ഇത് ഇന്നലെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സിദ്ദിഖ് കീഴടങ്ങിയേക്കാമെന്ന്, പക്ഷെ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നില്ലല്ലോ, ഇല്ലേ? ഇന്ന് ആ രീതിയിലുള്ളൊരു പ്രചരണമില്ല മഞ്ജുഷ. കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ തന്നെ പ്രചരിക്കപ്പെട്ടിരിക്കുന്നു. പലരും അത് അന്വേഷണ സംഘത്തിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു നീക്കം നടത്തിയിരുന്നതായിട്ടുള്ള സൂചനകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ആ രീതിയിലേക്കൊന്നും തന്നെ വരുന്നില്ല. സിദ്ദിഖിനെ കഴിഞ്ഞ ദിവസങ്ങൾ കാണാതായതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഇന്നുമുള്ളത്. സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഒരു സൂചനയും ഇല്ല. ഇന്ന് മൊബൈൽ ഫോണിന്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പക്ഷെ പിന്നീട് നമുക്കതിൽ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് കുറച്ച് സമയത്തേക്ക് മാത്രം. പക്ഷെ അത് എന്ത് ഉദ്ദേശിച്ച എന്നത് സംബന്ധിച്ചായ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു തർക്കവിഷയമായിട്ട് നിൽക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെ തെരഞ്ഞു തന്നെ പോലീസ് നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ വലിയ രീതിയിലേക്ക് ഒരു തെരച്ചിൽ നടത്തുന്നു എന്നത് അന്വേഷിക്കേണ്ടതാണ്. കാരണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം നീങ്ങിയിട്ടുണ്ടെന്ന സൂചനകളുണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെയും ഒരു വ്യക്തത പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിൽ ആരും തന്നെയും ഒരു സ്ഥിരീകരണവും തരുന്നില്ല. ഏത് രീതിയിലേക്കാണ് തെരച്ചിൽ പോകുന്നത്, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ പലരും പറയുന്നത് പോലെ തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെന്ന് ഗുരുതരമായ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെ തടയിടുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെയില്ല. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. ഇന്നലെ തിരുവനന്തപുരം
തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഏത് സമയത്തും സിദ്ദിഖ് അറസ്റ്റിലാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത നിയമ വഴിയിലേക്ക് സിദ്ദിഖ് നീങ്ങുകയാണ്. അതാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ കേരള പോലീസ് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടി മിനു മുനീർ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മിനു മുനീർ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിൽ എത്തിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നായിരുന്നു മിനു മുനീറിനെതിരെ ബന്ധുവായ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി. മറ്റു വാർത്തകളിലേക്ക്. ADGPയും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP അന്വേഷിക്കും. സുപ്രധാനമായ ഉത്തരവാണ് വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. DGPക്ക് ഇതിനായുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. പൂരം കലക്കിയതിൽ തുടരന്വേഷണം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ADGPയുടെ റിപ്പോർട്ട് മന്ത്രിസഭയിൽ വന്നു. റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇതിന്മേലുള്ള വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഉന്നയിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ. അതിനാൽ തന്നെ മുഖ്യമന്ത്രി ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം മന്ത്രിസഭാ യോഗത്തിൽ നൽകി. ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ് പൂരം അന്വേഷണ റിപ്പോർട്ട്. അത് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഇങ്ങനെയൊരു സൂചനയാണ് കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കാൻ പോവുകയാണ്. DGP ആയിരിക്കും അന്വേഷണം നടത്തുക. നേരത്തെ LDFൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞതാണ്. DGP നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ ADGPയും RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങളും വരും അന്വേഷണ പരിധിയിൽ നിന്ന്. എന്നാൽ അതേക്കുറിച്ചുള്ള ഒരു കാര്യവും പിന്നീട് ഉണ്ടായില്ല. ഇപ്പോൾ ഈ ആരോപണം ഉയർന്ന് 20 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വരുന്നത്. രണ്ട് വാർത്തയുടെയും വിവരങ്ങളുമായി ചേരുന്നത് VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ആദ്യം ഈ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ADGPയുടെ അന്വേഷണ റിപ്പോർട്ട്, ഇതിന്മേൽ ഇപ്പോൾ ഒരു തുടരന്വേഷണം ഉണ്ടാകും. ADGPയുടെ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ആയിരിക്കുകയില്ല എന്ന സൂചനയാണോ കിട്ടുന്നത്? എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു ശുപാർശ അടക്കമുള്ള ADGPയുടെ റിപ്പോർട്ട് ഇന്നലെ തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അത് അതിന്റെ നടപടിക്രമങ്ങൾ പ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം ഹോം അത് പരിശോധിക്കും. പരിശോധിച്ച ശേഷം DGPയുടെ ശുപാർശയിൽ തന്നെ അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ഈ പരിശോധനയ്ക്ക് ശേഷം അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. മുഖ്യമന്ത്രി തന്നെയാണ് വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷെ അപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ ഇത് അന്വേഷണം ആവശ്യപ്പെടുമ്പോഴുള്ള സാഹചര്യമല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള സാഹചര്യമാണ്. ADGPക്ക് നടപടി ആവശ്യമില്ലേ എന്ന് കെ രാജൻ ചോദിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് പോകാം, അത്തരം നടപടികളിലേക്ക് പോകേണ്ടി വന്നാൽ പോകാമെന്ന ഉറപ്പുകൂടി മന്ത്രിസഭാ യോഗത്തിന് നൽകിയത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് സ്വയം വെള്ളപൂശുന്ന, സ്വയം കുറ്റവിമുക്തനാക്കുന്ന റിപ്പോർട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നൽകിയത്. 5 മാസത്തോളം വൈകിച്ച ശേഷം വലിയ രാഷ്ട്രീയവാദം മാറുകയും മുഖ്യമന്ത്രി വീണ്ടും ഈ റിപ്പോർട്ട് വൈകാൻ കഴിയില്ല, 24 മുമ്പ് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് അജിത് കുമാർ ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. പോലീസ് മേധാവി ആ റിപ്പോർട്ട് അപൂർണമെന്ന് വിലയിരുത്തി. കാരണം ADGP പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട്. അതുമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പൂരം കലക്കലുമായി ബന്ധമുണ്ടോ എന്ന കാര്യമൊന്നും അന്വേഷണ പരിധിക്ക് പോയിട്ടില്ല. അജിത് കുമാർ അവിടെ ഈ സ്ഥലം ക്യാമ്പ് ചെയ്തു എന്ന കാര്യം ഈ റിപ്പോർട്ടിലില്ല. പക്ഷേ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ നിന്നും മറ്റും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ADGP അവിടെ ഉണ്ടായിരുന്നു. ADGP ആണ് ആ പൂരം സുരക്ഷയുടെ പ്രധാനപ്പെട്ട മേൽനോട്ട ചുമതല വഹിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരും. സംസ്ഥാന പോലീസ് മേധാവി
ഈ വിഷയം അന്വേഷിക്കാൻ തന്നെയാണ് സാധ്യത. അത് ഹോം സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ DGPയുടെ അന്വേഷണം വരുന്നു ADGP RSS കൂടിക്കാഴ്ചയിൽ എന്നാണല്ലോ. ഇത് നേരത്തെ LDFൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണല്ലോ അല്ലേ? ഇപ്പോൾ ആരോപണം വന്ന് ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെ ഒരു അന്വേഷണം വരാത്തതിലുള്ള അതൃപ്തി അത് CPI ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തായാലും എന്തിന് RSS നേതാക്കളെ കണ്ടു ADGP? ഇതേക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ വരാൻ പോകുന്നത്. അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന്? തീർച്ചയായിട്ടും അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് അതിനുള്ള നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പിന്റെ സീക്രട്ട് ടെസ്റ്റിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയത്. ഈ ADGP കണ്ടു എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന RSS നേതാവ് ജയകുമാറിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ തീരുമാനം. ചില വ്യവസായികളും ADGPക്കൊപ്പം ഉണ്ടായിരുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നു. അത്തരം ആളുകളുമായി മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അതിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു അന്വേഷണം നടത്തുകയാണ്. അതും ഈ CPIയുടെയും മറ്റേ ഘടകകക്ഷിയും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. എന്തിനെ CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ച പോലെ ഊഴം വെച്ച് RS നേതാക്കളെ കാണുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതിനുള്ള മറുപടി അന്വേഷണത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. ശരി, DGPക്ക് അന്വേഷണ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ചാണ് DGP അന്വേഷിക്കാൻ പോകുന്നത്. ADGPക്ക് ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരമൊരു അന്വേഷണം മുന്നോട്ട് പോവുക. ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണെന്നാണ് PV അൻവർ MLA പ്രതികരണം. ഒന്നല്ല 1000 തവണ RSS നേതാക്കളെ കണ്ടയാളാണ് MR അജിത് കുമാർ. പൂരം കലക്കിയത് അജിത് കുമാറാണ്. പല ഇടപാടുകളുടെയും ഇടനിലക്കാരൻ MR അജിത് കുമാറാണെന്നും PV അൻവർ ആവർത്തിച്ചു. അത് ഏറ്റവും വലിയ തമാശയല്ലേ? ജയനേന്ദ്രൻ അന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റി ഞാൻ അന്വേഷണത്തിന് ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ? അല്ല, പിന്നെന്തിനത് അന്വേഷണം എന്തിനാണ്? അല്ല, എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ? ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ? പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയായി കൂട്ടിയാൽ മതി. ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ അതറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് അറിയണം. അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണമെങ്കിൽ ഈ RSSനെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പോ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ? പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യമല്ലേ? ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവുമുണ്ട്. ജനരോഷത്തിന് തടയിടാനുള്ള പ്രഹസനമാണ് അന്വേഷണം എന്നാണ് ചെന്നിത്തലയുടെ വാക്കുകൾ. ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രഹസനമാണ്. ഇത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ്. അദ്ദേഹം DGP ഏൽപ്പിക്കുന്നു, DGP ഉടനെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. അവസാനം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരുന്നു. ഈ കള്ളക്കളി വേണ്ട. കേരളത്തിൽ CPMഉം RSSും തമ്മിലുള്ള BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJPയും CPMഉം തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത്. ആ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ അവര് ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. രാം മാധവുമായി ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ്. മലപ്പുറത്ത് PV അൻവർ MLA പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി വേദി പങ്കിട്ടതിന്റെ ദൃശ്യങ്ങളും നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കും. അപ്പോൾ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ DGPയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള പ്രതികരണവും ഉണ്ടാകും. മറ്റൊരു വാർത്തയിലേക്ക്. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. CP3യിൽ നടത്തിയ തെരച്ചിലിൽ ഭാരമേറിയ വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വൈകിട്ടോടെ മാത്രമേ ഇത് പുറത്തെത്തിക്കുവാൻ കഴിയൂ എന്നാണ് വിവരം. ഇതിന്റെ മുകളിലായി ഭാരമേറിയ കല്ലുകളും ചെളിയും ഉണ്ടെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത്. വിവരങ്ങളുമായി KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഗംഗാവലി പുഴയിൽ 6ാം ദിനത്തിൽ നടത്തിയ തെരച്ചിലാണിപ്പോൾ നിർണായകമായ ഒരു വസ്തു ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ വസ്തു ഇപ്പോൾ പുറത്തേക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ക്രെയിൻ ഉപയോഗിച്ച് ഈ വസ്തു ഇപ്പോൾ പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടിവരും. ഏതായാലും അത് ഇനി നമ്മുടെ അർജുൻ്റെ ലോറിയാണോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത്. എന്തായാലും ആ വസ്തു ഇത്തരത്തിൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ഉയർത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ട് ഉയർത്തണം എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും CP3-യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വസ്തു ഇപ്പോൾ ഈ ക്രെയിനിൽ കുടുങ്ങിയിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഈ വസ്തു ഇപ്പോൾ ഈ ക്രെയിനിൽ ഇട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല. ഇത് ഇനിയിപ്പോൾ ആ ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങളാണോ അതല്ല അർജുൻ്റെ ലോറിയുടെ വസ്തുക്കളാണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും വലിയ നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണിത്. ഇനി ഇത് പുറത്തേക്കെടുത്താൽ മാത്രമേ കൃത്യമായി ഇത് എന്താണെന്ന് മനസ്സിലാകൂ. അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. ജില്ലാ കലക്ടറും SP-യും ഉൾപ്പെടെയുള്ളവർ എത്തും. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ തെരച്ചിൽ നീങ്ങുന്നു എന്നാണ് പറയാൻ. എന്തായാലും റെഡ് അലർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിലെങ്കിലും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ നേരിയ തോതിലുള്ള മഴയുണ്ടായിരുന്നെങ്കിലും തെരച്ചിൽ തുടരുകയായിരുന്നു. എന്തായാലും നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ശിരൂർ ദൗത്യം നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വസ്തു ഇപ്പോൾ പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വേലിയിറക്ക സമയത്തായിരിക്കുമോ അതല്ല ഇനി കൂടുതൽ സംവിധാനങ്ങൾ എത്തി മാത്രമേ ഇത് പുറത്തേക്ക് എടുക്കൂ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. എന്തായാലും വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം എന്താണെന്ന് അറിയുമ്പോൾ ബൈജുവാണ് വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്ന്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. സാരമില്ല, ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈമല്ലല്ലോ. ഇതൊരു IPC പ്രകാരം ഒരു ക്രൈമല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തോന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJP ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണം. മനസ്സിലായി? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടേക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു. അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. മനസ്സിലായില്ല? പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത്. ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത്? ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി. കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരം നടക്കുന്ന ടൗണിലുണ്ടായിരുന്നു. അത് പറഞ്ഞു ഞങ്ങൾ. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു, സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറയാൻ അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വെച്ചേക്കുവാണ്. അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്.
അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ചാൽ എന്താ പ്രസക്തി? ഒരു കാര്യമില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു തന്ത്രമാണ്. പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ ഗവൺമെന്റും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം. നമ്മൾ വീണയിടത്ത് കിടന്ന് ഉരുളും ഇല്ലേ, ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ സാധാരണ ജീവിതത്തിൽ. അതുപോലെ വീണയിടത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത്. ഞാനത് വായിച്ചില്ല, ഞാൻ കണ്ടില്ല. വാർത്തകളിൽ വന്നതാണ്. വാർത്തകളിൽ വന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം. ഒന്ന്, ADGP-യുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. കമ്മീഷണറാണെങ്കിൽ കമ്മീഷണർക്ക് ഉത്തരവാദിത്വം, DIG കൂടി ഉണ്ടെങ്കിൽ DIG-ക്ക് ഉത്തരവാദിത്വം, IG ഉണ്ടെങ്കിൽ IG-ക്ക് ഉത്തരവാദിത്വം, ADGP ഉണ്ടെങ്കിൽ ADGP-ക്ക് ഉത്തരവാദിത്വം. അവിടെ അന്നുണ്ടായിരുന്നു രാവിലെ 11 മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോ ഈ ADGP ആ കമ്മീഷണർ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ പോയോ? ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ. വെളുപ്പിന് ക്യാമ്പിലേക്കാ പോയത്. വെളുപ്പിന് അപ്പൊ പൂരം കലക്കാനുള്ള ദൌത്യമായിട്ടാണ് ചെന്നത്. എന്തു അല്ല, ഇദ്ദേഹം പറഞ്ഞതിൽ എന്താ അർത്ഥം? ഇദ്ദേഹമാണ് കലക്കാൻ നേതൃത്വം. മുഖ്യമന്ത്രി BJP CPM ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുനിൽ കുമാർ പോയി അവിടെ നിന്ന്, K മുരളീധരൻ പോയി അവിടെ നിന്ന്. അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത, മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ, ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി BJP-യുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊരു നാടകമാണ്! നിങ്ങളിപ്പോ അജിത് കുമാറിന് ഒന്നും ഇത് ചെയ്യണ്ട, ജോലിയിൽ പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് അദ്ദേഹം. ഈ സുരേഷ് ഗോപിയുടെ ആംബുലൻസിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ BJP-യുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ചെയ്യുന്ന ഈ വരാഹി ആൻഡിസ്റ്റിക് പറയുന്ന സ്ട്രാറ്റജിയുടെ അവിടുത്തെ കോർഡിനേറ്റർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇതൊരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാന്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല. ഇവിടെ ചിലര് പറഞ്ഞു പൂരം കലക്കാൻ 16 മാസം മുമ്പ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് ഞാൻ പറഞ്ഞേക്ക് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്. ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല. പൂരം കലക്കാനല്ല ADGP കണ്ടത്. അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടുത്തെ ജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കാം, ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ തുടർച്ചയാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് കിടന്ന, ഒരു കൊല്ലമല്ല, ഒരു 11 മാസം കഴിഞ്ഞ് കിടന്ന പൂരത്തിൽ സഹായിക്കാനുള്ള ശ്രമമാണ്. അത്രയേ ഉള്ളൂ. നേതാവ് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ, അതായത് ഈ RSS നേതാക്കളെ കണ്ടതിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. അത് അല്ല, മുഖ്യമന്ത്രി ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇനി മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, വാദത്തിന് വേണ്ടി സമ്മതിക്കുക. മുഖ്യമന്ത്രി അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ടു. ഇവര് തമ്മിൽ വല്ല അതിർത്തി തർക്കോ ബിസിനസ് തർക്കോ വല്ലതും ഉണ്ടാകുന്ന എനിക്കറിയില്ല. കണ്ടെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു, ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. കാരണം തൃശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ADGP ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കണ്ടല്ലോ. മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടു. അപ്പൊ എന്താ നിസ്സാരമായിട്ട് എടുത്തോ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ 1 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസ്സാരമായിട്ട് എടുത്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം അനിരാജ വരെ ഉന്നയിച്ച ആക്ഷേപമാണ് കേരളത്തിലെ പോലീസിലേക്ക് RSS നുഴഞ്ഞുകയറ്റമുണ്ടെന്ന്. എന്നിട്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി, ഞാനാ പറയുന്നത്, മുഖ്യമന്ത്രി ഇനി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി അവരുടെ ഇന്റലിജൻസ് ADGP വഴിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിരുന്നു. ഞാനാ പറയുന്നത്, കണ്ടിട്ടുണ്ട് അദ്ദേഹം. നിലമ്പൂർ MLA PV അൻവർ തുടർച്ചയായിട്ട് സർക്കാരിന് ഇടതുപക്ഷ MLA ആയിട്ടും ഫുഡിലാക്കുന്ന പ്രസ്താവനകൾ ഡെയിലി നടത്തുന്നുണ്ട്. ഈ അൻവറിന്റെ ഒരു പ്രസ്താവനകളോടുള്ള ഒരു നിലപാട് അല്ല, അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പൊ അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രി. ഇരട്ടത്താപ്പ. അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാര്. നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാ അജിത്ത്. അവരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. DGP അതിന്റെ മേൽത്തട്ടിലുണ്ട്. ബാക്കി ശശിയെ കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണകക്ഷി MLA കൊടുത്തില്ലേ?
അത് അന്വേഷിക്കില്ല. അത് മറ്റതിൽ വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമുണ്ടെന്ന്. അപ്പൊ ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല. പൂരം കലക്കിയത് അന്വേഷണ പോലെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം. പൂരം കലക്കിയ അന്വേഷണം. ഞാനൊരു വാക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. ഞാനൊരു വാക്ക്, എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെ പറ്റി. ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു, എന്തൊരു പ്രഹസനമാണ്. സിനിമയിൽ വേറെന്താ പേരാ ചോദിക്കണം അല്ലേ, സജി നയി. എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ദൂതനായി പോയതുകൊണ്ടാണോ ADGPയെ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നത്? സംശയം എന്താ? ഇപ്പൊ ജനങ്ങളുടെ രോഷത്തിന് വിധേയമായി പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും, അവരുടെ പാർട്ടിയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണം. ഇതെന്താ അന്വേഷണം? ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെനിക്കറിയില്ല, അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. ഞാൻ സാധാരണ അതിൽ ഇടപെടാത്ത ഒരാളാണ്. ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിലൊന്നും ഇടപെടണ്ടേ. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ആരത് പറഞ്ഞാലും ഞാൻ ആധികാരികമായിട്ട് പറയാണ്, ഞാൻ UDF ചെയർമാനാണ്, പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളാണ്. ഞാനും KPCC പ്രസിഡന്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. സഭ തുടങ്ങുകയാണ്. ആരോപണങ്ങൾ സഭയിൽ സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരുമല്ലോ. മറ്റൊരു വിഷയമുള്ളത്, ഇപ്പോൾ മുകേഷ് പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്, കേരളത്തിലൊരു MLA. അപ്പൊ അതിലെങ്ങനെയാണ് സ്റ്റാൻഡ്? അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഞാൻ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടതാണ്, മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടതാണ്. ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് CPM പോലത്തെ ഒരു പാർട്ടി, CPM നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരാളെ മാത്രമല്ല, ഒരുപാട് ആളുകളെ. ഞാൻ ആദ്യം പറഞ്ഞത് ആരാ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമല്ലേ? ഇന്നലെ ആരാ പറഞ്ഞത്? വീണ്ടും ഹൈക്കോടതി 4.5 വർഷക്കാലം ഒളിച്ചു വെച്ചു. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷണം വെച്ചു, കൂടെ 2 മെയിൽ ഓഫീസർമാരെയും വെച്ചു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോരാ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്നാണ്. ഒഫൻസ് കമ്മിറ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവൃത്തിയില്ല, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ? എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം ഹൈക്കോടതി പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സീരിയസ് ആണ്, സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബീൻ കമ്മിറ്റഡ് എന്ന് തെളിവാണ്. ഗവൺമെന്റിന്റെ മുമ്പിൽ ഇൻഫർമേഷനാണ്. എപ്പോഴാണ് ഗവൺമെന്റിന്റെ ആരുടെ മുമ്പിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം. ഞാൻ പോക്സോ ആക്ട്, BNCC, BNS, BNSS എല്ലാ ആക്ടും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, 6 മാസം തടവിന് പോകേണ്ട കുറ്റമാണ്. മുകേഷ് MLA രാജിവെച്ചില്ലെങ്കിൽ എന്താണ് നിലപാട്? അത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളും വി. ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇന്ന് DGPയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ADGPയും RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച അന്വേഷിക്കാൻ. ഇത് അപ്രസക്തമായ ഒരു കാര്യമാണ്, ഇത് പ്രഹസനമാണ് ഈ അന്വേഷണം എന്നാണ് വി. ഡി. സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദർശനമാണ് നടന്നത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാക്കളെ കണ്ടത്. ഇനി അതല്ല എങ്കിൽ ADGP RSS നേതാക്കളെ കണ്ട കാര്യം അതിന് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് റിപ്പോർട്ട് വഴി അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടൊരു വിശദീകരണം ചോദിച്ചില്ല, നടപടി ഉണ്ടായില്ല? ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് വി. ഡി. സതീശൻ പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ലെബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഖുറൈസിയാണ് കൊല്ലപ്പെട്ടത്. 6 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. മരണസംഖ്യ ഇപ്പോൾ 590 ആയി ഉയർന്നിട്ടുണ്ട്. ലെബനനിൽ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. അതിനിടെ പൗരന്മാരോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുവാനും ലെബനനിൽ നിന്ന് തിരികെ പോരുവാനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, എന്തായാലും ഹിസ്ബുള്ളയെ തകർക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു യുദ്ധ പ്രതീതി തന്നെയല്ലേ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഇപ്പോഴുള്ളത്?
തീർച്ചയായും ഇതിനകം ഇന്നലെ 200-ൽ പരം ആക്രമണങ്ങളാണ്, 200-ൽ പരം ബോംബിംഗ് ആണ് ഈ ലെബനന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് എന്നുള്ളതാണ്. ഇതുവരെ 569 മരണങ്ങൾ. നമുക്കതിൽ ദുഃഖകരമായ കാര്യം 50 കുട്ടികളും ഏതാണ്ട് 80ഓളം വനിതകളുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി എന്ന ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടു. ഈ റോക്കറ്റ് വിഭാഗത്തിൻ്റെയൊക്കെ തലവനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടത് ലെബനന് ഈ ഹിസ്ബുള്ളയ്ക്ക് വലിയ തിരിച്ചടിയായ പശ്ചാത്തലമാണ്. ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു ഈ കൊബൈസി എന്നുള്ളത്. ഇയാൾക്ക് പുറമെ 2 കമാൻഡർമാരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഗാസയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ തകർത്തതുപോലെ നമുക്കറിയാം, ഗാസയിൽ ഹമാസിൻ്റെ 80% ശക്തിയും ക്ഷയിപ്പിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ മുന്നേറ്റം. ഹമാസിനെ തകർത്തതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാടുകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നും നാളെയും ഒക്കെ സമാനമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിതാപകരമായ കാര്യം, ഈ ലെബനൻ ജനത അവരുടെ ഒരു വലിയ വിഭാഗം, ഈ ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളിലെ ജനതയുടെ വലിയൊരു വിഭാഗം വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് പലായനം ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിർത്തികൾ തുറന്നു കൊടുത്തിട്ടില്ല മറ്റു രാജ്യങ്ങൾ, എങ്കിൽ പോലും പലായനം വല്ലാത്തൊരു പ്രശ്നമായി മാറുകയാണ്. ജീവനിൽ ഭീതിയോടുകൂടിയാണ് ലെബനൻ ജനത ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ്. സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം അതീവ സങ്കടകരമാണ് എന്ന് UN രക്ഷാസമിതിയും വിലയിരുത്തിയ പശ്ചാത്തലമുണ്ട്. ഗാസയിലേതുപോലെ കൂട്ടക്കുരുതിയിലേക്ക് ഇസ്രായേൽ പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്ക അടക്കം വലിയ പിന്തുണ ഇസ്രായേലിനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. മഞ്ജുഷ്. ശരി, രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. ലെബനനിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നു. ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. CPM നേതാവിന്റെ പുറത്താക്കലിന് വഴിവെച്ച കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പണം വാങ്ങിയത് പ്രമോദ് കോട്ടൂളി എന്ന മുൻ CPM പ്രവർത്തകനല്ല എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത്. കണ്ണൂരിൽ നിന്നുള്ളവരാണ് പണം വാങ്ങിയത് എന്നാണ് വെളിപ്പെടുത്തൽ. പരാതിക്കാരനുമായി പ്രമോദ് കോട്ടൂളി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രമോദ് കോട്ടൂളിയെ നേരത്തെ CPM പുറത്താക്കിയിരുന്നു. ഈ ശബ്ദ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഒന്ന് ചോദിച്ചു നോക്കി, പ്രേമേട്ടൻ NGO പ്രേമേട്ടങ്ങൾ അറിയോന്നറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കി എന്തൊക്കെയാണ് ശരിക്കും നടന്നത് എന്നൊന്നും അറിയാലോ. ഞാൻ ഇന്ന് എങ്ങനെയാണ് മൂപ്പര് അങ്ങോട്ട് കൊണ്ടുപോയത്? എന്നോട് ഇത് പറഞ്ഞിട്ടൊന്നല്ല കൊണ്ടുപോയത്, സത്യം. എന്നോട് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഒരിക്കലും പോവില്ല. അതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ, വേറൊരു സംഭവം എന്താ വെച്ചാല്, ഈ നമ്മുടെ കോട്ടൂളി ലോക്കൽ സെക്രട്ടറി അജയ് നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ട് ഫോൺ റെക്കോർഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏത് സെക്രട്ടറി? അങ്ങനെയാ പറയുന്നത്. വെറുതെ പറഞ്ഞാണ്, അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നിങ്ങളെ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡിംഗ് ഉണ്ട്. വേണ്ട, ആളെ അറിയോ? ആളെ നിങ്ങൾ അറിയോ? പിന്നെ മൂപ്പരെടുത്ത് നിങ്ങൾ ചെല്ല, അറിയുന്ന ആളാണല്ലോ. ഒന്ന് ചോദിക്കാം, നമ്മൾ ശ്രീതേട്ട വിളിക്കാം, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഫോൺ വോയിസ് റെക്കോർഡ് ഇല്ല. എന്നിട്ട് പുള്ളി പറയട്ടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ, പുള്ളി പറയട്ടെ. കാരണം നമ്മൾ ഇപ്പൊ നാട്ടിൽ മുഴുവൻ കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കും. മൂവർക്ക് എന്ത് പറഞ്ഞൂടെ? അല്ല, എന്നോട് പറയാലോ, ഞാനങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയാലോ. എനിക്ക് ഞാനങ്ങനെ പറഞ്ഞവര് പറയട്ടെ, എന്റെ മുന്നിൽ പറയട്ടെ. അങ്ങനൊന്നുമല്ല നടന്നത്. ഈ രജുനോട് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, രജുനെ വെച്ച് എന്തൊക്കെയാണ് സംഭവം, എന്താ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് നടന്നത്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ആയുഷ് മിഷനിൽ ഒരു സീറ്റ് എങ്ങനെ ഈ വിചാരിച്ച നടക്കു വെച്ചു. അപ്പൊ അവള് പറഞ്ഞു, അവിടെ ഒരു ഷൈനി എന്ന് പറഞ്ഞ ആളുടെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, ഷൈനി പറഞ്ഞ പ്രേമേട്ടനെ കാണാനാണെങ്കിൽ പ്രേമേട്ടനെ പോയി കാണുക. അങ്ങനെ പ്രേമേട്ടനെ പോയി കണ്ടപ്പോ പ്രേമേട്ടൻ പറഞ്ഞതാണ്, എടാ എന്റെ എത്ര പൈസ പോയത്, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രേമേട്ടൻ അതിലുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം എത്തി കിട്ടിയാൽ മതി. അപ്പൊ സൂപ്പർ പറഞ്ഞതാണ്, എനിക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ചെയ്യണ്ട, പാർക്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ വാങ്ങിത്തരാം എന്നാണ് പുള്ളിയോട് പറഞ്ഞത്. ഇത് DMOനെ കാണണമെന്നാ പറഞ്ഞത്. അതിനുശേഷം ഞാനിങ്ങനെ മറ്റേ ദിവസം വീട്ടിൽ നിന്നൊക്കെ ഇറന്നിട്ട് അറിയാം ഇത്. പിന്നെ നിങ്ങൾ വന്നവരെ പിന്നെ ഞാൻ വയനാട്ടിൽ കൂടെ വന്നല്ലോ, വയനാട്ടിലേക്കും അവിടെ കൊണ്ട് വന്ന് പിന്നെ ഞാനിങ്ങനെ അകത്തുനിന്ന് പുറത്തിറങ്ങില്ല. ഓരോരുത്തർ പറഞ്ഞ ആൾക്കാർ, ഇവിടെ കൂടെ നടക്കുന്ന ആൾക്കാര്, എന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയ ആൾക്കാര്, സഹായം പറ്റിയ ആൾക്കാര് അവരൊക്കെ നമുക്കെതിരെ സന്തോഷിക്കാനൊക്കെ നമ്മളെ പറ്റി ഭയങ്കര വിഷമം. അത് ഈ മനോജേട്ടുണ്ട്, കർഷക മനോജൻ, മൂപ്പരെ മോന് ബാംഗ്ലൂർ ഒരു ജോലിക്ക് വേണ്ടി പെട്ടെന്ന് പൈസന്റെ ആവശ്യം ചെയ്യും. ജോലിക്ക് നഴ്സിംഗിന്റെ അതിനോട് 1 ലക്ഷം രൂപ ഞാൻ 30 ആയിക്കോട്ടെ ഞാൻ കൊടുത്തു. പൈസ തിരിച്ചു തന്നിട്ടോ. വേറെ ഇതിനൊക്കെ നമ്മൾ അപ്പപ്പോ സഹായിക്കാം, ഇല്ലാത്തവർക്ക് നമ്മൾ സഹായിക്കുകയില്ല. നമ്മൾ
നമ്മളില്ലാത്ത ആൾക്കാർ സഹായമാണ്. ഒരാളെ വിഷമം കണ്ട് നമ്മൾ സഹായിക്കണം. പിന്നെ മനുഷ്യനാ. അതാണ് അങ്ങനെ ഞാൻ സഹായിച്ചാണ് പറയാനും പാർട്ടി കുട്ടിച്ചോറെ വെട്ടണോ എന്ന് വെറുതെ വിടാൻ പാടില്ല. കൂടെ നടക്കുന്ന ആൾക്കാര് പറയാം എനിക്ക് മാനസികമായിട്ടും വളരെ വിഷമേ. പിന്നെ ഞാൻ പുറത്തിറങ്ങില്ല. പിന്നെ ആഴ്ച ഫുള്ള് രാവിലെ ചായ വെക്കില്ല, ചോറില്ല. അങ്ങനെയാണ് എന്റെ അരുന്നുള്ള സ്റ്റാഫ് ഒന്ന് വീട്ടിലൊന്നും ഇറങ്ങോ, നിങ്ങളിങ്ങനെ ഇരിക്കണ്ട, നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ അന്നെ പോയി സങ്കടപ്പെട്ട് കരയാം. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഫോണിൽ കുറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. കാരണം എനിക്ക് മറവി കൂടുതലാണ്. ഓർഡർ പറയുമ്പോഴേ എന്റെ ഫോൺ എല്ലാവരും ഉപയോഗിക്കും. എന്റെ ഫോണിൽ വേണ്ടാത്തതിൽ ഒന്നുമില്ല, എന്റെ ഫോൺ ആർക്കും വേണം ഉപയോഗിക്കാം. അപ്പൊ പറഞ്ഞു ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാൻ അങ്ങോട്ട് നോക്കുമ്പോ ഈ വോയിസ് റെക്കോർഡും പ്രേമേട്ട വിളിച്ച റെക്കോർഡും എല്ലാ റെക്കോർഡ്സും എല്ലാം പ്രേമേട്ട വിളിച്ചതും സുഷാജ് വിളിച്ചതും. സുഷാജ് എന്തിനാ വിളിക്കുന്നത്? സുഷാജ് ഞാൻ ഈ വന്ന് മറ്റേ ഒരു പറഞ്ഞിട്ട് പോയിരുന്നല്ലോ ഈ ബാങ്കിലേക്ക്, എന്റെ കരുവശ്ശേരി ആ ബാങ്കിലേക്ക് പോയപ്പോ മുന്നിൽ സുഷാജ് ഒരാളെ ഉണ്ടായിരുന്നത്. പ്രേമേട്ടനെ അറിയില്ല മുന്നില്. അപ്പം ഞാനവിടെ വണ്ടി നിർത്തി. കോഴിക്കോട്ട് നേരത്തെ വിവാദമായ PSC കോഴ കേസ്, അതിനെക്കുറിച്ചുള്ള ഒരു ശബ്ദ സംഭാഷണമാണ് കേട്ടത്. നേരത്തെ പ്രമോദ് കോട്ടൂളി എന്ന CPM നേതാവിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. പക്ഷേ പ്രമോദ് കോട്ടൂളി അല്ല പണം വാങ്ങിയത്, കണ്ണൂരിൽ നിന്നുള്ളവരാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, എന്താണ് ഈ ശബ്ദ സംഭാഷണത്തിൽ? അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഇതാര്, ഈ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ആരുടെയെങ്കിലും പേരുകൾ വെളിപ്പെടുത്തുന്നുണ്ടോ? മഞ്ജുഷ, പ്രമോദ് കൂട്ടുള്ളി തന്നെ പരാതിക്കാരനോട് സംസാരിച്ച് തയ്യാറാക്കിയ ശബ്ദരേഖയാണ് പ്രമോദ് കൂട്ടുള്ളി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ സംഭാഷണങ്ങൾ പലപ്പോഴും പലതും വ്യക്തമല്ല എന്ന് നമുക്ക് ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും പ്രമോദിനെ കുടുക്കിയതാണ് എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് പരാതിക്കാരൻ ഈ ശബ്ദരേഖയിൽ പറയുന്നത്. ആയുഷ് വകുപ്പിൽ ജോലി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂരുള്ള ആളാണ് പണം വാങ്ങിയതെന്നും ഈ ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ ചേർന്നാണ് പ്രമോദ് കോട്ടൂളിയെ ഈ പരാതിയുടെ പേരിൽ കുടുക്കിയതെന്നും ഒക്കെ സംസാരിക്കുന്ന തരത്തിലെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ. പക്ഷേ ഇതിൽ പൂർണ്ണമായും ഒരു വ്യക്തതയില്ല. കണ്ണൂരിലെ ആർക്ക് പണം കൊടുത്തു എന്നത് സംബന്ധിച്ച ഒരു കാര്യങ്ങൾ അല്ല സംസാരിക്കുന്നത്. പ്രമോദ് തന്നെ അങ്ങോട്ട് വിളിച്ച് വിവരശേഖരണത്തിന്റെ ഭാഗമായി ഈ പരാതിക്കാരനോട് സംസാരിക്കുന്നതാണ് എന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് കാര്യമായൊരു വിവരങ്ങളുള്ള ഒരു ശബ്ദരേഖയാണ് എന്ന രീതിയിൽ CPM വിലയിരുത്തുന്നില്ല. താൻ നിരപരാധിയാണ് അല്ലെങ്കിൽ തനിക്ക് ഈ കുറ്റത്തിൽ പങ്കില്ല എന്ന് കാണിക്കുന്നതിനുള്ള ചില നീക്കങ്ങളാണ് പ്രമോദിന്റെ ഭാഗമായി നടക്കുന്നത്. അതിനാണ് പുതിയ കണ്ണൂരിലെ ആളുകളെ, പ്രത്യേകിച്ചും കണ്ണൂരിൽ ഉള്ള ആളുകളുമായി ബന്ധം പറഞ്ഞാൽ അത് തീർച്ചയായും CPM-ഉമായൊക്കെ ബന്ധപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് അത്തരത്തിൽ പാർട്ടിയുമായി കൂടുതൽ ഈ കാര്യത്തിനെ, ഈ കോഴ വാങ്ങിയതിനെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം പ്രമോദ് നടത്തുന്നു എന്ന് തന്നെയാണ് CPM വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും പ്രമോദിനെ പുറത്താക്കിയിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഒപ്പം ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസ് ചുമതലയൊക്കെ അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പിന്നീട് അത് പാർട്ടിക്ക് പരാതി നൽകുന്നതിനുള്ള ഒരു കൺട്രോൾ കമ്മീഷനെയും മറ്റും സമീപിക്കേണ്ട ഒരു നടപടിയിലേക്ക് പ്രമോദ് നീങ്ങേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ നീങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് ഈ പരാതി, ഈ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയിലെ മറ്റുള്ള ചില ആളുകളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതിനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഈ ശബ്ദരേഖ എന്ന് തന്നെയാണ് CPM ഇപ്പോൾ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രമോദ് കോട്ടൂളി തന്നെയാണ് ഇങ്ങനെയൊരു വിവരശേഖരണത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊരു കാര്യം റെക്കോർഡ് ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്തത്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം കൂട്ടിക്കടയിൽ റെയിൽവേ ഗേറ്റിൽ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ സമയം വാഹനങ്ങൾ ലെവൽ ക്രോസിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. വലിയ അപകടമാണ് ഒഴിവായത്. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിലെ ഇരുമ്പ് കമ്പി തലയിൽ തട്ടി സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം കൂട്ടിക്കടയിലെ റെയിൽവേ ഗേറ്റിലാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ ഈ ഗേറ്റ് അടയ്ക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായത്? ജീവനക്കാരുണ്ടായിരുന്നില്ലേ? മഞ്ജുഷ്, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് കൂട്ടിക്കട റെയിൽവേ ഗേറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ട്രെയിൻ പോകുവാനായി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഗേറ്റിൽ ഇരുമ്പ് കമ്പി തലയിൽ കെട്ടി ഒരു സ്കൂട്ടർ യാത്രികൻ വീണ് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഇവരെ രക്ഷിച്ചു മാറ്റുന്നതിനിടെ മറ്റു വാഹനങ്ങൾ കൂടി ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഗേറ്റ് അടയ്ക്കുവാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ആ സമയം ഉണ്ടായത്. ഈ സമയത്താണ് ഇതിനിടെ മയ്യനാട് ഭാഗത്തു നിന്നും ട്രെയിൻ എത്തുകയും ചെയ്തു. പാളത്തിനും ഗേറ്റിനും ഇടയിൽ ഒരു കാർ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നാട്ടുകാർ പരിഭ്രാന്തിയിലാവുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നാൽ സിഗ്നൽ ലഭിക്കാത്തതിനാലാണ് ഈ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഗേറ്റിന് സമീപം നിർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നതും. ഒടുവിൽ ആ കാർ കടത്തിവിട്ട ശേഷമാണ് ട്രെയിൻ പോവുകയും ചെയ്തത്. മഞ്ജുഷ്, ഭാഗ്യത്തിനുള്ള രക്ഷപ്പെടലായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നില്ല. റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ വൈകിയതിനാൽ ഒരു കാർ കണ്ടില്ലേ, കാർ റെയിൽവേ പാളം കടന്ന് ഗേറ്റിന്റെ സമീപത്തേക്ക് നീങ്ങുന്നതും കാണാം. എന്തായാലും ഭാഗ്യം കൊണ്ട് ഈ വലിയൊരു അപകടമാണ് ഒഴിവായത്. ട്രെയിൻ ഗേറ്റിന് തൊട്ടരികെ നിർത്തിയിടുകയും ചെയ്തു. പിതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെയും മകനെയും മർദ്ദിച്ചുവെന്ന് പല പരാതിയുമായി MM ലോറൻസിന്റെ മകളായ ആശ ലോറൻസ്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആശ ലോറൻസ് പരാതി നൽകിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് ആശ ലോറൻസിന്റെ പരാതിയിൽ പറയുന്നത്? മഞ്ജുഷ്, MM ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവിടെ നടന്ന നാടകീയമായിട്ടുള്ള നീക്കങ്ങളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വ്യക്തമായി കാണാം MM ലോറൻസിന്റെ മകളെയും ഒപ്പം മകളുടെ മകനെയും അവിടെയുള്ളവർ ഉപദ്രവിക്കുന്നതും മുഖത്ത് കയറി പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. തള്ളി പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിന് പിന്നാലെയാണ് ആശ ലോറൻസ് പരാതിയുമായി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് പിതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള റെഡ് വോളണ്ടിയർമാർ മർദ്ദിച്ചു എന്നും ആശ ലോറൻസ് പരാതിയിൽ പറയുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനനും ലോറൻസിന്റെ മകൻ ML സജീവനും സഹോദരി ഭർത്താവ് ബോബനും മർദ്ദനത്തിന് കൂട്ടുനിന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. തനിക്കും തന്റെ മകനും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തങ്ങൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും കൂടി പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്റെ പരാതി സ്വീകരിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ആശ ലോറൻസ് പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചതായിരുന്നു. ആശ ലോറൻസിന്റെ മകനെയും അവിടെ ഉണ്ടായിരുന്നവർ മർദ്ദിക്കുന്നതും പിടിച്ചു പുറത്തേക്ക് തള്ളുന്നതും ഒക്കെ കൃത്യമായി ദൃശ്യങ്ങൾ കണ്ടതുമാണ്. മറ്റൊരു കാര്യം, ഈ MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിനുവേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 3 മക്കളെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരിൽ നിന്നും വിശദമായിട്ടുള്ള വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും മൃതദേഹത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആശ ലോറൻസ് നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെയും തന്റെ മകനെയും മർദ്ദിച്ചു എന്നതാണ്. അല്ല, നവമി പറയുകയുണ്ടായി MM ലോറൻസിന്റെ മൃതദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് ഈ തീരുമാനം? ആശുപത്രി സൂപ്രണ്ടിനാണല്ലോ കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. മഞ്ജുഷ, ഇന്നാണ് ആശുപത്രി സൂപ്രണ്ട് 3 മക്കളെയും വിളിപ്പിച്ചിട്ടുള്ളത്. ഇവർ 3 പേരും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇവരെ ഓരോരുത്തരെയും വിശദമായി കേൾക്കുകയാണ് പ്രിൻസിപ്പൽ. അതിനുശേഷമായിരിക്കും ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക. പക്ഷെ അപ്പോഴും ആശ ലോറൻസ് പറയുന്നുണ്ട്, വിപരീതമായി, അതായത് തനിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പ്രിൻസിപ്പലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തുടർ നടപടികളുമായി കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ആശ ലോറൻസ് പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ പാർട്ടിയും ആശ ലോറൻസുമായ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും ഉചിതമാകുന്ന രീതിയിലേക്ക് അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി നീങ്ങുന്നതല്ലേ ഉചിതമെന്ന തരത്തിൽ പാർട്ടിയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതുമായി സഹകരിക്കാൻ ആശ ലോറൻസ് തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രിൻസിപ്പലിന്റെ മുന്നിൽ 3 മക്കളും എത്തിയിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരായി വിശദീകരണം, ഇവർക്ക് പറയാനുള്ളത് അത് വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തന്നെയും മകനെയും മർദ്ദിച്ചുവെന്നാണ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്.
ജമ്മു കശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ്. ഉച്ചവരെ 36.93% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ബിജെപിയുടെ രവീന്ദർ റെയ്ന തുടങ്ങിയവരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. വിവരങ്ങളുമായി ഷംന, എന്തൊക്കെയാണ് പോളിംഗിന്റെ അപ്ഡേറ്റ്സ്? മഞ്ജുഷ, വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം 61.13% ആദ്യഘട്ട പോളിംഗ് നടന്നിരുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും വളരെ ഭേദപ്പെട്ട രീതിയിൽ നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 39.43% ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ജമ്മു കാശ്മീരിന്റെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ രജൌരി മേഖലയിലെ ഒരു പോളിംഗ് അത് എടുത്തു പറയേണ്ടതാണ്. 43% രജൌരി മേഖലയിലെ പോളിംഗ് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രജൌരി മേഖലയിൽ തുടർച്ചയായി അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത സുരക്ഷയാണ് സൈന്യം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 157 സ്പെഷ്യൽ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ തന്നെ വനിതകൾ മാത്രമായുള്ളത്, യുവാക്കളുടെ മാത്രം, ഇങ്ങനെ തരം തിരിച്ച് 157 സ്പെഷ്യൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലും നല്ല പോളിംഗ് തന്നെയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബിജെപിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒമർ അബ്ദുള്ള, രവീന്ദ്ര റെയ്ന തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ അവർ ജനവിധി തേടുന്നത് ഈ ഘട്ടത്തിലാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് 1-ാം തീയതിയാണ്. മൊത്തം 26 ജില്ലകളിൽ നിന്ന് ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7020, പവന് 56,160. 18 ക്യാരറ്റ് ഗ്രാമിന് 5840, പവന് 46,720. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.